മിക്ക ദമ്പതികളും തങ്ങളുടെ ജീവിതത്തിലുടനീളം 2 അല്ലെങ്കിൽ 3 പ്രിയപ്പെട്ട രീതികളിൽ മാത്രം ഉറച്ചുനിൽക്കുമെങ്കിലും ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ ആളുകൾക്കുപയോഗിക്കാൻ കഴിയുന്ന നൂറുകണക്കിന് രീതികൾ യഥാർത്ഥത്തിൽ ഉണ്ട്. ഇന്റർനെറ്റിൽ പൈൽ ഡ്രൈവർ മുതൽ പിൻവീൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനായുള്ള ഘട്ടം ഘട്ടമായുള്ള വഴികാട്ടികൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും. എന്നാൽ അതേത് രീതിയിൽ ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ പരിഗണിക്കേണ്ട 5 പ്രധാന സമീപനങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ളത്. പുരുഷൻ മുകളിൽ, സ്ത്രീ മുകളിൽ, പിന്നിൽ നിന്ന്, ഇരുന്നുകൊണ്ട്, പിന്നെ നിന്നുകൊണ്ട്. മിഷണറി പൊസിഷൻ എന്നും അറിയപ്പെടുന്ന പുരുഷൻ മുകളിൽ വരുന്ന രീതി പലപ്പോഴും പഴയ രീതിയായോ വിരസമായോ കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീക്ക് രതിമൂർച്ചയ്ക്ക് വലിയ അവസരം നൽകുന്നു. കാരണം ഇത് മികച്ച ക്ലിറ്റോറിസ് ഉത്തേജനത്തിന് അനുവദിക്കുന്നു, പ്രത്യേകിച്ച് നിങ്ങളത് ധൃതി പിടിക്കാതെ ചെയ്യുകയാണെങ്കിൽ. ഈ രീതി വികാരാധീനമായ നേർക്കുനേരെയുള്ള നോട്ടം, സ്തനങ്ങളിലെ തലോടൽ എന്നിവയ്ക്ക് അനുയോജ്യമാണ്. കൂടാതെ സ്ത്രീ മുട്ടുകൾ മടക്കുകയോ പങ്കാളിയുടെ ചുറ്റും കാലുകൾ പിണയ്ക്കുകയോ ചെയ്താൽ കൂടുതൽ ആഴത്തിലുള്ള ബന്ധത്തിനും ജി-സ്പോട്ട് ഉത്തേജനത്തിനും ഇത് സഹായിക്കും. പുരുഷന്റെ നെഞ്ചും മുലക്കണ്ണുകളും ഉത്തേജക മേഖലകളാണെങ്കിൽ സ്ത്രീക്ക് അവ തലോടാൻ എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കുന്നു. അവൾക്കവന്റെ തോളുകളിൽ എളുപ്പത്തിൽ പിടിക്കാനും അവന്റെ പുറകിൽ നഖങ്ങൾ കൊണ്ട് തഴുകാനും കഴിയും. തീർച്ചയായും നിങ്ങൾ രണ്ടുപേർക്കും ചുംബിക്കാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. മിഷണറി പൊസിഷൻ എന്നത് വൈകാരികവും വന്യവുമായ ലൈംഗികതയ്ക്ക് അനുയോജ്യമായ ഒരു മികച്ച തുടക്കമാണ്. ഒരു സെഷനിൽ തന്നെ സാവധാനവും പ്രലോഭിപ്പിക്കുന്നതുമായ മിഷണറിയിൽ നിന്ന് കടുപ്പമേറിയതും വേഗതയേറിയതുമായ രീതിയിലേക്ക് മാറുന്നതിൽ നിന്ന് നിങ്ങളെ പടയാൻ ഒന്നുമില്ല. ഇടുപ്പ് 8ന്റെ ആകൃതിയിൽ ചലിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങൾ പരസ്പരം അടുപ്പിക്കുകയോ അകറ്റുകയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ റിവേഴ്സ് ഡോഗി പോലെയുള്ള മിഷണറി സെക്സിന് നിങ്ങളുടേതായ തനതായ മാറ്റം ചേർക്കുന്നതെല്ലാം ഉത്തേജനം വർദ്ധിപ്പിക്കുകയും കൂടുതൽ ആഴത്തിലുള്ള ബന്ധത്തിന് അനുവദിക്കുകയും ചെയ്യും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഇത് ഏറ്റവും പ്രചാരപ്പെട്ട ലൈംഗിക രീതികളിൽ ഒന്നാകുന്നതിന് ഒരു കാരണമുണ്ട്. അടുത്തതായി പരിഗണിക്കേണ്ട ഓപ്ഷൻ സ്ത്രീ മുകളിൽ വരുന്ന രീതിയാണ്. ഈ രീതി ചലനങ്ങളുടെ വേഗതയും കരുത്തും അതുപോലെ ആഴവും കൂടുതൽ നിയന്ത്രിക്കാൻ സ്ത്രീയെ അനുവദിക്കുന്നു. പങ്കാളിയുടെ പ്യൂബിക് ബോണിൽ സക്രിയമായി ഉരസുന്നതിലൂടെ അല്ലെങ്കിൽ അവൾ സ്വയം ഉത്തേജിപ്പിക്കുന്നതിലൂടെ ക്ലിറ്റോറിസ് പരിചരണത്തിന്റെ ചുമതല അവൾക്ക് കൂടുതൽ ഏറ്റെടുക്കാൻ കഴിയും. പുരുഷന് സ്ത്രീയുടെ സ്തനങ്ങളിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കുന്നു. വീണ്ടും ചുംബിക്കാൻ എളുപ്പമാണ്. മിഷണറിയെപ്പോലെ തന്നെ സ്ത്രീ മുകളിൽ വരുന്ന രീതിയിലും അനേകം വകഭേദങ്ങളുണ്ട്. ഇരുവരും പരസ്പര ആനന്ദത്തിലേക്ക് നീങ്ങുമ്പോൾ സ്ത്രീ തന്റെ ഇടുപ്പ് പങ്കാളിയോടുരസുകയും അവന്റെ കണ്ണുകളിലേക്ക് നോക്കുകയും ചെയ്യുന്ന ഒരു വശീകരണ നൃത്തമായി ഇത് മാറാനാകും. അല്ലെങ്കിൽ ഇത് വികാരാധീനവും ആധിപത്യവുമായ ഒരു കൈമാറ്റമാകാം. അതിൽ സപ്പോർട്ട് ചെയ്യുന്ന പുരുഷനിൽ നിന്ന് സ്ത്രീക്ക് തനിക്ക് വേണ്ടത് ആവേശത്തോടെ സ്വീകരിക്കുന്നതാണ്. സ്ത്രീ മുകളിൽ വരുന്ന രീതിയിലെ കൗതുകകരമായ മാറ്റത്തിനായി പുരുഷൻ ഒരു കസേരയിലോ കട്ടിലിന്റെ അരികിലോ ഇരിക്കുകയും പങ്കാളി അവനെ കവർന്നിരിക്കുകയും ചെയ്യുന്ന ഇരുന്നുകൊണ്ടുള്ള രീതിയുണ്ട്. സ്ത്രീ മുകളിൽ വരുന്ന രീതി കൂടുതൽ പരസ്പര പൂരകമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതൊരു മികച്ച ഓപ്ഷനാണ്. കാരണം പുരുഷൻ നടപടികളിൽ കൂടുതൽ ആധിപത്യം വഹിക്കാൻ തീരുമാനിച്ചാൽ സ്ത്രീയെ എളുപ്പത്തിൽ പിന്നോട്ടിടാൻ അവന് കഴിയും. സ്ത്രീ മുകളിൽ വരുന്ന ലൈംഗികത സാവധാനവും ആർദ്രവുമാകാം, അല്ലെങ്കിൽ കഠിനവും വേഗതയേറിയതുമാകാം. പുരുഷന്റെ ലിംഗം വലുതാണെങ്കിൽ ഇതേറ്റവും അനുയോജ്യമായ രീതിയാണ്. കാരണം താൻ എത്രമാത്രം സ്വീകരിക്കണമെന്നും അതെത്ര കഠിനമായി വേണമെന്നും കൃത്യമായി തീരുമാനിക്കാൻ ഇത് സ്ത്രീയെ അനുവദിക്കുന്നു. ഇത് പുരുഷനെ കൂടുതൽ ആശ്വാസകരമായ രീതിയിൽ ലൈംഗികതയെ ആസ്വദിക്കാൻ അനുവദിക്കുന്നു. ആ ചലനങ്ങളെല്ലാം തുടയുടെ പേശികൾക്ക് അല്പം ആയാസമുണ്ടാക്കുമെങ്കിലും കൂടുതൽ ആഴത്തിലുള്ള ബന്ധം അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മുകളിലേക്ക് ചലിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതവന് നൽകുന്നു. മിഷണറി പൊസിഷനെ പോലെ തന്നെ സ്ത്രീ മുകളിൽ വരുന്നത് ധാരാളം ക്ലിറ്റോറിസ് ഉത്തേജനം നൽകുന്നു. ഇത് പരസ്പര രതിമൂർച്ചയ്ക്ക് അനുയോജ്യമായ ഒരു സ്ഥാനമായി മാറുന്നു. പിന്നിൽ നിന്നുള്ള ലൈംഗികത അഥവാ ഡോഗി സ്റ്റൈൽ ഏറ്റവും ആഴത്തിലുള്ള ബന്ധത്തിനും ജി-സ്പോട്ട് ഉത്തേജനത്തിനും അനുവദിക്കുന്നു. കഴുത്തിലും തോളുകളിലും ചുംബിക്കാനും കടിക്കാനും പുറകിൽ തലോടാനും ലൈംഗികവേളയിൽ ക്ലിറ്റോറിസ് ഉത്തേജിപ്പിക്കാനും പുരുഷൻ എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കുന്നു. അവന് സ്ത്രീയുടെ സ്തനങ്ങൾ പിടിക്കാനും അവളുടെ ശരീരത്തിൽ ചുംബിക്കാനും പൊതുവെ അവളുടെ ശരീരത്തിന്റെ എല്ലാ ഇഞ്ചിലും സ്നേഹം ചൊരിയാനും കഴിയും. പല സ്ത്രീകളും ഡോഗി സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നു, കാരണം ഇത് ലിംഗം കുറഞ്ഞ പുരുഷനെ പോലും വലുതായി തോന്നിപ്പിക്കുന്നു. കൂടാതെ പുരുഷന്റെ ലിംഗത്തിലേക്ക് പിന്നിലേക്ക് അമർത്തുന്നതിലൂടെ സ്ത്രീക്ക് ബന്ധത്തിന്റെ ആഴം ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയും. അടുപ്പത്തിനും ക്ലിറ്റോറിസ് സ്പർശനത്തിനും ഇതിന് കുറഞ്ഞ മാർക്ക് ലഭിക്കുമെങ്കിലും ഡോഗി സ്റ്റൈൽ സെക്സിന് സാധാരണയായി പുരുഷന്മാരിൽ നിന്ന് ഉയർന്ന മാർക്കുകളാണ് ലഭിക്കുന്നത്. കാരണം ഇത് കടുപ്പമേറിയ ചലനങ്ങൾക്ക് അനുവദിക്കുന്നു. ഇതിനൊരു തരം വന്യ അനുഭൂതിയുണ്ട്. എന്നാൽ പിന്നിൽ നിന്നുള്ള ലൈംഗികതയിൽ എപ്പോഴും പുരുഷന് നിയന്ത്രണമുണ്ടായിരിക്കണമെന്ന് കാരണമൊന്നുമില്ല.
റിവേഴ്സ് കൗഗേൾ രീതി സ്ത്രീയെ വേഗത ക്രമീകരിക്കാൻ, അവൾക്ക് സ്വന്തം ക്ലിറ്റോറിസ് ഉത്തേജിപ്പിക്കാൻ എളുപ്പത്തിൽ പ്രവേശനം നൽകുന്നു. കൂടാതെ ഇത് പുരുഷനൊരു കൃത്യമായ കാഴ്ച നൽകുന്നു, അതവന്റെ രതിമൂർച്ചയെ വേഗത്തിലാക്കിയേക്കാം. ഇതിലേറ്റവും സാഹസികമായ ഒന്നാണ് നിന്നുകൊണ്ടുള്ള ലൈംഗികത. ഇതിന് ഉടനെ വേണമെന്ന തരത്തിലുള്ള ഒരു തീവ്രതയുണ്ടായേക്കാം. ഇത് ക്വിക്കുകൾ ചെയ്യാൻ ഒരു മികച്ച ഓപ്ഷനാണ്. പിന്നിൽ നിന്നായാലും പരസ്പരം അഭിമുഖമായാലും നിന്നുകൊണ്ടുള്ള ലൈംഗികത ആ പ്രവൃത്തിക്ക് ഒരു അടിയന്തരമായ പ്രേരണ നൽകുന്നു. നിങ്ങളൊരു പുറത്തുപോക്കിനായി തയ്യാറാക്കി ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു ക്വിക്കിയോടെ വൈകുന്നേരം ആരംഭിക്കുന്നതിനേക്കാൾ സെക്സിയായ മറ്റു വഴികൾ കുറവാണ്. രീതി ഏതായാലും ആത്യന്തികമായ ലൈംഗികത എന്നത് നിങ്ങൾ രണ്ടുപേർക്കും എന്താണ് അനുയോജ്യമെന്ന് കണ്ടെത്തലാണ്. പരീക്ഷിക്കാൻ ഭയപ്പെടുക, തെറ്റുകൾ സംഭവിക്കുന്നുവെന്ന് അംഗീകരിക്കുക, ചെറിയ പിഴവുകൾ നോക്കി ചിരിക്കുന്നതും ഈ പ്രക്രിയയുടെ ഭാഗമാണ്. ലൈംഗികതയെക്കുറിച്ച് ഒരുമിച്ച് പഠിക്കുന്നതിന്റെ പകുതി രസവും അതിന്റെ പരിശീലനത്തിലാണ്.